ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാരൂസ് എഡു ടിപ്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ പ്രിലിംസ് സെക്കൻഡ് സ്റ്റേജ് എക്സാമിൻ്റെ GKയുടെ ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ ബി രാജസ്ഥാൻ, ഓപ്ഷൻ സി മധ്യപ്രദേശ്, ഓപ്ഷൻ ഡി ഉത്തർപ്രദേശ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. നമുക്ക് സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന നോക്കാം. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ 1953. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച കമ്മീഷനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. ഇത് 1953. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ്? ഫസൽ അലിയാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹം ആവശ്യപ്പെട്ടത് തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹം 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണമടഞ്ഞു. ഈ പോറ്റി ശ്രീരാമലു 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്ന് മരണമടഞ്ഞു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷമാണ് 1953. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷമാണ് 1953. ഈ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് HN കുൻസ്രുവും KM പണിക്കരും. ഈ KM പണിക്കർ മലയാളിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളാണ് HN കുൻസ്രുവും KM പണിക്കരും. ഇതിലെ അധ്യക്ഷനാണ്, കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാണ് ഫസൽ അലി. അതിലെ മറ്റംഗങ്ങളാണ് HN കുൻസ്രു, KM പണിക്കരും, മലയാളിയായ KM പണിക്കരും. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ ആളാണ് പോറ്റി ശ്രീരാമലു. അദ്ദേഹം 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് മരിച്ചത്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിച്ച വർഷം ഏതാണ്? 1953. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷമാണ് 1956. സംസ്ഥാന പുനഃസംഘടനാ നിയമം പാസാക്കിയ വർഷമാണ് 1956. അങ്ങനെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ: ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആന്ധ്രാപ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഓപ്ഷൻ എ TN ശേഷൻ, ഓപ്ഷൻ ബി സുകുമാർ സെൻ, ഓപ്ഷൻ സി രംഗനാഥ മിശ്ര, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സുകുമാർ സെൻ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേരാണ് സുകുമാർ സെൻ. ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ജനുവരി 25-നാണ്. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചതെന്നാണ്? 1950 ജനുവരി 25-നാണ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഈ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. അപ്പോൾ വോട്ടേഴ്സ് ഡേ ആയി ജനുവരി 25 ആചരിക്കുന്നു. ആദ്യ ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. ആദ്യ ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. ഇലക്ഷൻ കമ്മീഷനെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് 324 മുതൽ 329 വരെ. അപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് 324 മുതൽ 329 വരെ. ഇത് ഏത് പാർട്ടിലാണ് ഉൾപ്പെടുന്നത്? പാർട്ട് 15-ലാണ് ഉൾപ്പെടുന്നത്.
ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധിയാണ് 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. നിലവിൽ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ് നിലവിൽ ഇലക്ഷൻ കമ്മീഷണർ. നിലവിലെ ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. 25ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. നിലവിൽ ഇലക്ഷൻ കമ്മീഷണറാണ് രാജീവ് കുമാർ. 25ാമത്തെ വ്യക്തിയാണ്. ഇപ്പോൾ 3 അംഗങ്ങളാണ് അതിലുള്ളത്. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയാണ് ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? പ്രണവ് ജ്യോതിനാഥാണ് കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ. കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് പ്രണവ് ജ്യോതിനാഥ്. ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷൻ ആരായിരുന്നു? KVK സുന്ദരമാണ് ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നത്. ആദ്യത്തെ വനിത ഇലക്ഷൻ കമ്മീഷനായിരുന്ന ആദ്യത്തെ വനിതയാണ് KS രമാദേവി. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷനായിരുന്നത് KVK സുന്ദരം. ആദ്യത്തെ വനിത KS രമാദേവി. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 കാലഘട്ടത്തിലാണ് ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യ വോട്ടറാണ് ശ്യാം സരൺ നേഗി. അപ്പോൾ ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 ആദ്യ വോട്ടറാണ് ശ്യാം സരൺ നേഗി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ജനുവരി 25 ഈ ജനുവരി 25 വോട്ടേഴ്സ് ഡേ ആയി ആചരിക്കുന്നു. ആദ്യ ഇലക്ഷൻ കമ്മീഷണറാണ് സുകുമാർ സെൻ. ഇലക്ഷൻ കമ്മീഷനെ സൂചിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് 324 മുതൽ 329 വരെ. ഇത് പാർട്ട് 15 ഉൾപ്പെടുന്നു. ഇലക്ഷൻ കമ്മീഷൻ്റെ കാലാവധി എത്രയാണ്? 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ ആരാണ്? രാജീവ് കുമാറാണ് നിലവിലെ ഇലക്ഷൻ കമ്മീഷണർ. 25ാമത്തെ വ്യക്തിയാണ്. ഇപ്പോൾ 3 അംഗങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇലക്ഷൻ കമ്മീഷനായിരുന്നത് KVK സുന്ദരം ആയിരുന്നു. ആദ്യത്തെ വനിത ഇലക്ഷൻ കമ്മീഷണറായിരുന്ന ആദ്യത്തെ വനിതയാണ് KS രമാദേവി. അതുപോലെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് പ്രണവ് ജ്യോതിനാഥ്. ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത് 1951-52 ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായി വോട്ട് ചെയ്തത് ശ്യാം സരൺ നേഗിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്, ഓപ്ഷൻ ബി മാൻഡമസ്, ഓപ്ഷൻ സി കോവാറൻറ്റോ, ഓപ്ഷൻ ഡി സെർഷ്യോററി. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. നമുക്ക് ആ റിട്ടുകളെക്കുറിച്ച് നോക്കാം. 5 തരം റിട്ടുകളാണ് ഉള്ളത്. റിട്ടുകൾ 5 തരമാണ് ഉള്ളത്. 1 ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻറ്റോ. ഇങ്ങനെ 5 തരം റിട്ടുകളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോവാറൻറ്റോ. ഇതിൽ ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ ശരീരം ഹാജരാക്കുക, ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എന്ന് വെച്ചാൽ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മോചനത്തിന് കോടതി പുറപ്പെടുവിക്കുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥം വരുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. എന്ന് വെച്ചാൽ അന്യായമായി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയുടെ മോചനത്തിന് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ഇതിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഈ ഹേബിയസ് കോർപ്പസിനെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഈ റിട്ടിനെ എന്താണ് അറിയപ്പെടുന്നത്? വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ. അപ്പോൾ ഹേബിയസ് കോർപ്പസ് ശരീരം ഏറ്റെടുക്കാം, ശരീരം ഹാജരാക്കുക
എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത രണ്ടാമത്തത് മാൻഡമസ്. മാൻഡമസ് എന്താണ്? നാം കൽപ്പിക്കുന്നു എന്ന അർത്ഥം വരുന്ന റിട്ടാണ് മാൻഡമസ്. നാം കൽപ്പിക്കുന്നു എന്ന് വെച്ചാൽ ഒരു പൊതു സ്ഥാപനത്തോടോ ഉദ്യോഗസ്ഥനോടോ കടമ നിറവേറ്റാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് മാൻഡമസ്. മാൻഡമസ് എന്ന റിട്ടിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു എന്ന് വെച്ചാൽ കോടതി കൽപ്പിക്കുന്നു. ഒരു പൊതു സ്ഥാപനത്തോടോ ഉദ്യോഗസ്ഥനോടോ തൻ്റെ കടമ നിറവേറ്റാൻ കോടതി പുറപ്പെടുവിക്കുന്നതാണ് മാൻഡമസ്. അടുത്തത് പ്രൊഹിബിഷൻ. എന്താണ് പ്രൊഹിബിഷൻ? മേൽക്കോടതി കീഴ്ക്കോടതിയോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ പറയുന്നതാണ് പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ തടയുക എന്നർത്ഥം. പ്രൊഹിബിഷൻ്റെ അർത്ഥം തടയുക. മേൽക്കോടതി കീഴ്ക്കോടതിയോട് ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നതാണ് പ്രൊഹിബിഷൻ. അടുത്തത് സെർഷ്യോററി. എന്താണ് സെർഷ്യോററി? കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോററി. എന്താണ് സെർഷ്യോററി? കീഴ്ക്കോടതിയിൽ നിന്ന് ഒരു കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് സെർഷ്യോററി. അടുത്തത് കോവാറൻറ്റോ. കോവാറൻറ്റോ എന്ന് വെച്ചാൽ നിനക്ക് എന്താണ് അധികാരം എന്ന അർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻറ്റോ. നിനക്ക് എന്ത് അധികാരം ആണുള്ളത് എന്നുള്ള അർത്ഥം വരുന്ന റിട്ടാണ് കോവാറൻറ്റോ. അപ്പോൾ 5 തരം റിട്ടാണുള്ളത്: ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി. ഇതിൽ ഹേബിയസ് കോർപ്പസ് എന്തുവാണ്? ശരീരം ഏറ്റെടുക്കാം അല്ലെങ്കിൽ ശരീരം ഹാജരാക്കുക എന്നൊക്കെ അറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. അടുത്തത് മാൻഡമസിൻ്റെ അർത്ഥം നാം കൽപ്പിക്കുന്നു, കോടതി കൽപ്പിക്കുന്നു എന്നർത്ഥം വരുന്നതാണ് മാൻഡമസ്. പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക എന്നർത്ഥം. മേൽക്കോടതി കീഴ്ക്കോടതിയോടൊരു കേസുമായി ബന്ധപ്പെട്ട് നടപടിക്രമങ്ങൾ നിർത്തിവെക്കാൻ, തടയുക എന്നർത്ഥം വരുന്നതാണ് പ്രൊഹിബിഷൻ. അടുത്തത് സെർഷ്യോററി, അത് കഴിഞ്ഞ് കോവാറൻറ്റോ. ഇങ്ങനെ 5 തരം റിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, അന്യായമായി തടങ്കലിൽ വച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. ഉത്തരം ഏതാണ്? ഹേബിയസ് കോർപ്പസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ഗീതാഞ്ജലി, ഓപ്ഷൻ ബി ആനന്ദമഠം, ഓപ്ഷൻ സി മധുശാല, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദമഠം. നമുക്ക് ദേശീയ ഗീതത്തെക്കുറിച്ച് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം, ഇത് ദേശീയ ഗീതമായി അംഗീകരിച്ചത് ഭരണഘടനാ നിർമ്മാണ സമിതി ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24-നാണ്. ഈ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1882 ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വന്ദേ മാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. 1882 ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. വന്ദേ മാതരം രചിച്ചിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ്. ഇത് ആലപിക്കാനെടുക്കുന്ന സമയം, ദേശീയ ഗീതം ആലപിക്കാനെടുക്കുന്ന സമയം 65 സെക്കൻഡാണ്. ഈ വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ആദ്യമായി ആലപിച്ചത് 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിച്ചത്. ദേശീയ ഗീതം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് ആദ്യമായി ആലപിക്കുന്നത്. ഈ ദേശീയ ഗീതം തമിഴിലേക്ക് തർജ്ജിമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ദേശീയ ഗീതം തമിഴിലേക്ക് തർജ്ജിമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇത് ഏത് രാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ദേശി രാഗത്തിലാണ്
ഉൾപ്പെടുന്നത്. ദേശീയ ഗീതം ഉൾപ്പെടുന്നത് ദേശരാഗത്തിലാണ് ഉൾപ്പെടുന്നത്. ഇതിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യയാണ്. ദേശീയ ഗീതത്തിന് സംഗീതം നൽകിയത് ജാദുനാഥ് ഭട്ടാചാര്യ. നിലവിൽ സംഗീതം നൽകിയത് പണ്ഡിറ്റ് രവിശങ്കറാണ്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം അംഗീകരിച്ചത് 1950 ജനുവരി 24-ന്. ഇത് രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ആനന്ദമഠ എന്ന കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ബംഗാളി ഭാഷയിലാണ് രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? 1 അമ്മു സ്വാമിനാഥൻ, 2 ദാക്ഷായണി വേലായുധൻ, 3 രാജ്കുമാരി അമൃത് കൗർ, 4 സരോജിനി നായിഡു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ് ആരാണ്? ബി എൻ റാവു ആണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമോപദേഷ്ടാവ്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിച്ചത് 1946 ഡിസംബർ 6-നാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നത്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകരിക്കുന്നത് 1946 ഡിസംബർ 6-നാണ്. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനി. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് JB കൃപലാനിയാണ്. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-നാണ്. അപ്പോൾ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9-ന്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 207. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണമാണ് 207. അതിൽ വനിതകളുടെ എണ്ണം 9 ആയിരുന്നു. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം 9 ആണ്. ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ എന്ന് പറയുന്നത് സച്ചിദാനന്ദ സിൻഹയാണ്. ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? സച്ചിദാനന്ദ സിൻഹയും. സ്ഥിരം അധ്യക്ഷനായി 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ആദ്യ സമ്മേളനത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും തിരഞ്ഞെടുത്തു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ഉപാധ്യക്ഷനാണ് HC മുഖർജി. അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ സച്ചിദാനന്ദ സിൻഹയും ഉപാധ്യക്ഷൻ HC മുഖർജി. സ്ഥിര അധ്യക്ഷനായി 1946 ഡിസംബർ 11-ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. ഈ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ ആകെ ഉണ്ടായിരുന്ന അംഗങ്ങൾ 389 അംഗങ്ങളാണ് ആകെ ഉണ്ടായിരുന്നത്. അതിൽ വനിതാ അംഗങ്ങളാണ് 17 പേര്. വിഭജനത്തിന് ശേഷം 15 അംഗങ്ങൾ. മലയാളി വനിതകളാണ് 3 പേര്. മലയാളി വനിതകൾ 3 പേര്. ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ളയും R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ളയും R ശങ്കർ, PS നടരാജപിള്ള, KA മുഹമ്മദ്, PT ചാക്കോ. കൊച്ചിയിൽ നിന്ന് പനമ്പള്ളി ഗോവിന്ദമേനോൻ. കൊച്ചിയിൽ നിന്ന് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. മദ്രാസിൽ നിന്ന് K മാധവമേനോന്, P കുഞ്ഞിരാമൻ, KTM അഹമ്മദ് ഇബ്രാഹിം. അത് കഴിഞ്ഞ് B പോക്കർ, അബ്ദുൾ സത്താർ ഹാജി, മുഹമ്മദ് ഇസ്മയിൽ സാഹിബ്. ഇവർ മദ്രാസിൽ നിന്ന്. യുണൈറ്റഡ് പ്രൊവിൻസ് യുപിയിൽ നിന്ന് ഡോക്ടർ ജോൺ മത്തായി. വനിതകൾ തിരുവിതാംകൂറിൽ നിന്ന് ആനി മസ്ക്രീനും, മദ്രാസിൽ നിന്ന് ആരാണ്? അമ്മു സ്വാമിനാഥൻ. അതുപോലെ ദാക്ഷായണി വേലായുധൻ. മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥനും ദാക്ഷായണി വേലായുധനും. ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം എത്രയാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാനെടുത്ത സമയം.
ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26-നാണ് ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിക്കുന്നത്. ഈ നവംബർ 26 ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നത്. ദേശീയ നിയമ ദിനം അല്ലെങ്കിൽ ഭരണഘടനാ ദിനം എന്നൊക്കെ അറിയപ്പെടുന്നത് നവംബർ 26. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നാണ്? 1950 ജനുവരി 26. അടുത്ത ക്വസ്റ്റ്യൻ, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? ഓപ്ഷൻ എ ഷോർട്ടുഗായ്, ഓപ്ഷൻ ബി ലോഥൽ, ഓപ്ഷൻ സി ധോളവീര, ഓപ്ഷൻ ഡി ചാൻഹുദാരോ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ധോളവീര. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? 1. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു. 2. ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു. 3. 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1 മാത്രം. അതാണ് ആനി ബസന്റുമായി ബന്ധമില്ലാത്തത്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചതാണ് ആനി ബസന്റുമായി ബന്ധമില്ലാത്തത്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം ജ്യോതിറാവു ഫുലെയുടെയാണ്. ഗുലാംഗിരി എന്ന ഗ്രന്ഥം ജ്യോതിറാവു ഫുലെയുടെ ഗ്രന്ഥമാണ്. ആനി ബസന്റ് 1916 അടയാറിൽ ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചത് ആനി ബസന്റാണ്. ആനി ബസന്റിൻ്റെ പത്രങ്ങളാണ് കോമൺവീൽ, ന്യൂ ഇന്ത്യ. ആനി ബസന്റിൻ്റെ പത്രങ്ങളാണ് കോമൺവീലും ന്യൂ ഇന്ത്യയും. അടുത്ത ക്വസ്റ്റ്യൻ, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ ബി പ്രേംചന്ദ്, ഓപ്ഷൻ സി സത്യേന്ദ്രനാഥ് ടാഗോർ, ഓപ്ഷൻ ഡി വള്ളത്തോൾ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സുബ്രഹ്മണ്യ ഭാരതിയാണ്. പാഞ്ചാലി ശപഥം എഴുതിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. നമുക്ക് സുബ്രഹ്മണ്യ ഭാരതിയെക്കുറിച്ച് നോക്കാം. സുബ്രഹ്മണ്യ ഭാരതി ഒരു തമിഴ് എഴുത്തുകാരനാണ്. സുബ്രഹ്മണ്യ ഭാരതി അദ്ദേഹം ഏതൊക്കെ നിലകളിൽ പ്രശസ്തനാണ്? കവി, പത്രപ്രവർത്തകൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ്, ബഹുഭാഷാ പണ്ഡിതൻ എന്നിവയിലൊക്കെ പ്രശസ്തനാണ്. സുബ്രഹ്മണ്യ ഭാരതി ഒരു തമിഴ് എഴുത്തുകാരനാണ്, കവി, പത്രപ്രവർത്തകൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രവർത്തകൻ, സാമൂഹിക പരിഷ്കർത്താവ്, പണ്ഡിതൻ, ബഹുഭാഷാ പണ്ഡിതൻ ഒക്കെയായിരുന്നു. അദ്ദേഹം 1882 ഡിസംബർ 11 തിരുനെൽവേലിയിലാണ് ജനിക്കുന്നത്. സുബ്രഹ്മണ്യ ഭാരതി 1882 ഡിസംബർ 11 തിരുനെൽവേലിയിലാണ് ജനിക്കുന്നത്. അദ്ദേഹമാണ് വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജിമ ചെയ്തത് സുബ്രഹ്മണ്യ ഭാരതിയാണ്. സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലേക്ക് തർജ്ജിമ ചെയ്തത്. സുബ്രഹ്മണ്യ ഭാരതിയുടെ പ്രധാന പുസ്തകങ്ങളാണ് കുയിൽപ്പാട്ട്, കണ്ണൻ പാട്ട്, ഈ പാഞ്ചാലി ശപഥം. അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ് കുയിൽപ്പാട്ട്, കണ്ണൻ പാട്ട്, പാഞ്ചാലി ശപഥം. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? ഓപ്ഷൻ എ വീരേശലിംഗം, ഓപ്ഷൻ ബി ദയാനന്ദ സരസ്വതി, ഓപ്ഷൻ സി ജ്യോതിബ ഫുലെ, ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇ വി രാമസ്വാമി നായ്ക്കർ. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ. ഈ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നടത്തിയ വ്യക്തിയാണ് ഇ വി രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചു. ഇദ്ദേഹത്തിൻ്റെ മറ്റ് പേരുകളാണ് പെരിയാർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. പെരിയാർ, വൈക്കം ഹീറോ, വൈക്കം വീരർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഇ വി രാമസ്വാമി നായ്ക്കറുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? വൈക്കത്താണ്. വൈക്കത്താണ് ഇ വി രാമസ്വാമി നായ്ക്കരുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി തെലങ്കാന,
ഓപ്ഷൻ സി ഉത്തർപ്രദേശ്, ഓപ്ഷൻ ഡി തമിഴ്നാട്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി തെലുങ്കാന. അപ്പോൾ നമ്മൾ പറഞ്ഞത് GKയുടെ 10 ക്വസ്റ്റ്യനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ്. ഇത് 3ഉം 4ഉം ഘട്ടക്കാർ നല്ലതുപോലെ പഠിക്കുക. താങ്ക് യു.